നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി ആഘോഷം മാർച്ച് 3-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അങ്കമാലി അറ്റ്ലറ്റ്സ് കൺവെൻഷൻ സെന്ററിൽ ഉച്ചകഴിഞ്ഞ് ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികൾ. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സഹകരണ സംഘങ്ങളെയും ചടങ്ങിൽ ആദരിക്കും. നീതി മെഡിക്കൽ സ്കീമിന്റെ രജത ജൂബിലി സമ്മേളനോദ്ഘാടനവും നൂതന പദ്ധതികളുടെ പ്രഖ്യാപനവും കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ വിപണനോദ്ഘാടനവും മാർച്ച് 3-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. അങ്കമാലി അറ്റ്ലറ്റ്സ് കൺവെൻഷൻ സെന്ററിൽ ഉച്ചകഴിഞ്ഞ് ആരംഭിക്കുന്ന പരിപാടിയിൽ സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ അധ്യക്ഷത വഹിക്കുമെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം. മെഹബൂബ്, വൈസ് ചെയർമാൻ പി.എം. ഇസ്മായിൽ, മാനേജിംഗ് ഡയറക്ടർ എം. സലീം എന്നിവർ അറിയിച്ചു. ഡയാലിസിസ് ക്യാൻസർ രോഗത്തിന് കേരളത്തിൽ മറ്റാരും നൽകാത്തത്ര ഡിസ്കൗണ്ട് ഗുണഭോക്താവിന് നൽകിക്കൊണ്ട് മറ്റുള്ള ഒരു സ്ഥാപനവും നൽകാത്ത രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ മരുന്ന് 63 ഇനം ഇഞ്ചക്ഷൻ തന്നെ ഉണ്ട്, ഞങ്ങൾ ഇറക്കാൻ വേണ്ടി പോവാം. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുഴുവൻ സാധനങ്ങളും വിറ്റഴിക്കുന്ന കേന്ദ്രമായിട്ട് കൂടി കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റിനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിട്ടുണ്ട്. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സഹകരണ സംഘങ്ങളെ വ്യവസായ വകുപ്പ് മന്ത്രി പി. രാജീവ് ചടങ്ങിൽ ആദരിക്കും. കലാകായിക പഠന രംഗങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരുടെ മക്കൾക്കുള്ള ഉപഹാര സമർപ്പണം എം.എൽ.എ. റോജി എം. ജോൺ നിർവഹിക്കും. നീതി മെഡിക്കൽ നടപ്പിലാക്കുന്ന പുതിയ സോഫ്റ്റ്വെയർ ലോഞ്ചിംഗ് പി. നന്ദകുമാർ എം.എൽ.എ. നിർവഹിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച കൺസ്യൂമർ ഫെഡ് വെയർഹൌസ്, നീതി മെഡിക്കൽ സ്റ്റോർ എന്നിവയ്ക്കുള്ള അവാർഡ് കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ വിതരണം ചെയ്യും. കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ എം. സലീം റിപ്പോർട്ട് അവതരിപ്പിക്കും. സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി, സഹകരണ സംഘം രജിസ്ട്രാർ ടി.വി. സുഭാഷ് തുടങ്ങിയവർ സംസാരിക്കും. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മരുന്ന് കൊടുക്കുന്ന സ്ഥാപനങ്ങളായി നീതി മെഡിക്കൽ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെ, ഞങ്ങൾക്കിപ്പോൾ ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, അന്ന് കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹമാണ് ഇങ്ങനൊരു ആശയം കൊണ്ടുവരുന്നത്. ആശയം ഈ കേരളത്തിൽ ആകെ വ്യാപകമായിട്ട് നടപ്പാക്കാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, അങ്കമാലി. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.